സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയെ സംബന്ധിച്ച് മറ്റൊരു വിഷയമാണ് മകരജ്യോതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എത്രയോ കോടാനുകോടി ഭക്തന്മാർ, പ്രത്യേകിച്ച് ശബരിമലയുടെ തിരക്ക് ഏറ്റവും ഉന്നതിയിലെത്തുന്നത് ഈ മകരജ്യോതി ദിവസമാണ്. ആ മകരജ്യോതി അങ്ങ് പൊന്നമ്പലമേട്ടിൽ, ശബരിമലയുടെ കിഴക്കൻ മലകളിൽ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ഉയരുകയാണ്. ആ ഉയരുന്ന സമയത്ത് എത്രയോ അത് കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് എത്രയോ ഭക്തജനങ്ങൾ സന്നിധാനത്തും ശബരിമലയുടെ പല പല ഭാഗങ്ങളിലും പുൽമേട്ടിലുമൊക്കെ തന്നെ തിങ്ങിക്കൂടുന്നതും, അത് കാരണം പലതരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ദുരന്തങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ മകരജ്യോതി തെറ്റാണ്, ഇത് മനുഷ്യൻ തെളിയിക്കുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു കൂട്ടം നിരീശ്വരവാദികൾ, യുക്തിവാദികൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് അവിടെ എത്തി മകരജ്യോതി മനുഷ്യൻ തെളിയിക്കുന്നതാണ്, കത്തിക്കുന്നതാണ് എന്ന് തെളിയിച്ചു, ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനെന്തിപ്പോൾ ഇത്ര വലിയ അത്ഭുതം? ഒരത്ഭുതവും ഇല്ല. കാരണം മനുഷ്യനല്ലാതെ കണ്ട് തനിയെ ഇങ്ങനെ തീ പൊന്തുവോ? അങ്ങനെ തീ പൊന്തും എന്ന് വിശ്വസിക്കുന്നത് ഹിന്ദുവാണ് വിഡ്ഢി, മനുഷ്യൻ കത്തിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഓർക്കേണ്ടത്, ആ ജ്യോതിയെ ദിവ്യമായിട്ട് കാണണമോ അഥവാ മാനുഷികമായിട്ട് കാണണമോ എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് ഞാനൊരു ചരട് ജപിച്ച് തരികയാണ്. ഈ ചരട് ജപിച്ചിട്ട് കയ്യിൽ കെട്ടിയാൽ അവർ ചിന്തിക്കുന്നത് എന്നെ രക്ഷിക്കാൻ ഏതോ അഭൗമമായിട്ടുള്ള ഒരു കരുത്തുണ്ട് എന്നാണ്. ആ ചരടിൽ ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ചരട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം, മനസ്സിന് കൊടുക്കുന്ന കരുത്ത് ചില്ലറയൊന്നുമല്ല. അതുപോലെ അമ്പലം എന്ന് പറയുന്നത്, അമ്പലത്തിലെ ആചാരം അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്തിനാ? അമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ ഉള്ളിൽ വെന്തുഴലും ലോകർ കഴൽ തീർപ്പാനൊരൗഷധം നല്ലതിനായി വണങ്ങുന്നേൻ ചൊല്ലൂർനാഥം സദാശിവം. മനസ്സിന് ബലം വരുത്താൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങൾ. മനസ്സിന് ബലമുണ്ടെങ്കിൽ എന്തിനും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നോക്കൂ, എന്താ ഒരു ഡോക്ടർ ഒരു രോഗിയോട് രോഗത്തെക്കുറിച്ച് പറയാത്തത്? രോഗത്തെക്കുറിച്ച് അറിയും, രോഗി തളർന്നു പോകും. കാരണം മനസ്സ് തളർന്നു പോകും, അതുകൊണ്ട് ശരീരവും തളർന്നു പോകും. മനസ്സ് ബലമുള്ളതാണെങ്കിൽ ശരീരം തളർന്നാൽ പോലും വേണ്ടില്ല, രക്ഷപ്പെടും. ആരുദാഹരണം? സ്റ്റീഫൻ ഹോക്കിംഗ്, എത്രയോ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലാണ്. മനസ്സിൻ്റെ ഒരൊറ്റ കരുത്ത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ആരോഗ്യമുള്ളവർക്ക് പോലും കീഴടക്കാൻ പറ്റാത്ത പലതും കീഴടക്കിയത്. അതുകൊണ്ട് മനസ്സിന് ബലം തരാൻ സാധിക്കുന്ന ഏതൊരാചാരവും അനുഷ്ഠാനവും ക്ഷേത്രവുമായി ബന്ധിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. ശബരിമലയിൽ ആ മകരജ്യോതി മനുഷ്യൻ തെളിയിക്കുന്നതാണെങ്കിലും അതിനൊരു കൃത്യതയുണ്ട്. അതേ സമയത്ത് ആകാശത്ത് മകരനക്ഷത്രം ഉദിക്കുന്നുണ്ടല്ലോ, അതാരെ മനുഷ്യൻ ഉയർത്തുന്നതാണോ? അല്ലല്ലോ, അവിടെയും ദിവ്യത നടക്കുന്നുണ്ട്. ആ മകരജ്യോതി കണ്ട് തൊഴുന്ന എത്രയോ ഭക്തജനങ്ങൾക്ക് ഒരാത്മസംതൃപ്തി ഉണ്ടെങ്കിൽ, നിർവൃതിയുണ്ടെങ്കിൽ, അത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അത് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും മുഴുവനും ഈ ദൈവികമാണ് എന്ന് ഹിന്ദു അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹിന്ദുവിനെ അങ്ങനെ ധരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. നിങ്ങൾ ഓരോന്നിനും ഏതെങ്കിലും ഒരു ശക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണം കൂടിയില്ലാതെ കണ്ട് ഒരാചാരവും അനുഷ്ഠാനവും ഉണ്ടാവില്ല. എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും ശാസ്ത്രീയത വേണമെന്ന് ശഠിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് മകരജ്യോതി മനുഷ്യൻ തെളിയിക്കുന്നതായിക്കോട്ടെ. ഇനി അല്ല എന്ന് വിശ്വസിക്കുന്നവരെ നമ്മളെന്തിന് പറഞ്ഞ് തിരുത്തണം? അല്ല എന്ന് വിശ്വസിച്ചോട്ടെ, അതിലും തെറ്റൊന്നുമില്ല. അത് മനുഷ്യൻ തെളിയിക്കുന്നതായാലും ശരി, അത് ഇനി അവിടെ ദിവ്യമായി പൊന്തി വരുന്നു എന്ന് വിശ്വസിക്കുന്നതായാലും ശരി, അത് വിശ്വസിക്കുന്നവൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് അപ്രകാരത്തിൽ തന്നെ അവിടെ നടന്നോട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എത്രയോ ഭക്തന്മാർക്ക് അത് ആശ്വാസത്തിന് കാരണമാണ്.
അതുകൊണ്ട് തന്നെ അതവിടെ നിലനിൽക്കട്ടെ. ആ ആചാരത്തിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. സ്വാമിയേ ശരണമയ്യപ്പ.